അപ്പോൾ ചേച്ചിയെ ഞങ്ങളുടെ നാട്ടിലൊക്കെ എല്ലാവരും പറയുന്നത് ചേച്ചി ഇപ്പോൾ നല്ലൊരു സെറ്റപ്പിലാണ്, കുറേ പൈസ ഒക്കെ പിരിച്ചെടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. അതിൽ വല്ല സത്യാവസ്ഥ ഉണ്ട് ചേച്ചിയിൽ? ഒന്നും പറയാനില്ല. കാരണം എനിക്ക് ചേച്ചി നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് ബോധ്യം, കാരണം ചേച്ചിയുടെ കയ്യിൽ ഒന്നുമില്ല എന്ന് എനിക്ക് മനസ്സിലായി. കാരണം അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഇവിടെ വന്നിട്ടില്ല മോരും വെള്ളം വെക്കേണ്ട ആവശ്യം വരില്ലല്ലോ ചേച്ചിക്ക്. പിന്നെ ഇതുപോലെ ഒരു ചാനൽ എടുത്തിട്ട് ചേച്ചീനെ തേജോധം ചെയ്യാൻ വേണ്ടിയിട്ട് ബ്യൂട്ടീഷ്യൻ എന്ന് പറഞ്ഞിട്ടൊക്കെ പറഞ്ഞ് പരത്തിണ്ടായിരുന്നു. അതിൽ എന്താണ് ചേച്ചിക്ക് പറയാനുള്ളത്? അവരെന്താ നിങ്ങൾ കണ്ടെത്താത്ത? അവരോടെന്താ നിങ്ങൾ ഇതുപോലെ എന്നോട് ചോദിക്കണല്ലോ, അവരോട് ചോദിക്കാത്ത? അല്ല അത് ഞാൻ ചോദിച്ചല്ലോ, എന്നോട് നിങ്ങൾ ചോദിച്ച പോലെ അവരെ നിങ്ങൾ തേടി കണ്ടെത്തി, നിങ്ങൾ അവരോട് എന്താ ചോദിക്കാത്ത? അല്ല അത് ഞാൻ പറഞ്ഞത് അത് സത്യമാണോ, നേരാണോ, നുണയാണോ, എന്താണെന്ന് അവിടെ നടത്തിക്കൂട്ടിയെ? അതൊക്കെ നിങ്ങളെന്താ അന്വേഷിക്കാത്ത ചാനലാണ്? എല്ലാവരും അല്ല, ആവശ്യമുള്ളത്. ഇപ്പോ സത്യത്തിലിപ്പോ ചേച്ചിയുടെ ജീവിതമാർഗം ഇപ്പൊ എന്താണ് ഇപ്പോ? നിങ്ങൾ കണ്ടില്ല ഇപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത്? ഇതല്ലാണ്ട് വേറെ വരുമാന മാർഗങ്ങളൊന്നുമില്ല? എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾക്ക് ഈ ഒരു റബിയുള്ള ഒരാള് നിങ്ങൾക്ക് ഒരു വീട് പണിത് തരാന്ന് പറഞ്ഞിട്ട് അതെല്ലാം പണിത് തരാം, അങ്ങനെ വല്ലതും ഉണ്ടായിണ്ടോ? അതൊന്നും എനിക്കറിയില്ല. അറിയില്ല. പല ആളുകളും പല ഭാഗത്തുനിന്നും നിങ്ങൾക്ക് കുറെ വാഗ്ദാനം ചെയ്തിരുന്നു, സ്ഥലം മേടിച്ചരാം, വീട് മേടിച്ചരാം. ഒരു കുടത്തിന്റെ വായ കെട്ടാം, 1000 ജനത്തിന്റെ വായ ഒന്നും നമുക്ക് മൂടി കെട്ടാൻ പറ്റില്ല. ഇപ്പൊ വീട് ഇപ്പൊ പഴയ വീട്ടിലാണോ നിങ്ങൾ താമസിക്കുന്നത്? അല്ല, പഴയ വീട് കോടതിയിൽ നിന്ന് അന്നേ സീൽ ചെയ്താണ്. സീൽ ചെയ്തു. പിന്നെ ഇടയ്ക്കൊന്ന് പോകും, മോളവിടെ കഴിഞ്ഞാലും മോളവിടെ ഉണ്ടായിരുന്നു, ജീവിച്ചല്ലേ. അപ്പോൾ മോളെ വിളിക്കും, കുറച്ചു നേരം കരയും, സങ്കടം പറയും, എൻ്റെ പരാതിയും പണ്ട പരാതി എൻ്റെ മോളുടെ ആത്മാവിനോട് പറയാ വീട്ടിൽ ചെല്ലുന്നു. കുറച്ചു നേരം കരയാൻ പറ്റിയും കരഞ്ഞുകൊണ്ട് പോരും. വണ്ടിക്കാർ വഴക്ക് പറയും, വണ്ടി വിളിച്ചാണ് പോകണം, ഓട്ടോറിക്ഷ. ആ വീട് സത്യം പറഞ്ഞാൽ ആ വീട് ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ. അല്ലെങ്കിൽ ആ വീട്ടിൽ ഉപയോഗിപ്പിക്കാൻ അവർ ജീവിപ്പിക്കും, അവർ താമസിപ്പിക്കില്ലല്ലോ. അപ്പൊ ചേച്ചി ഇപ്പൊ നിലവിൽ എവിടെയാണ് താമസിക്കുന്നത് ഇപ്പോൾ? എനിക്ക് എൻ്റെ മോക്കും ഉണ്ട്. മോൾക്ക് ഇഷാമോള് മരിക്കണേക്ക് മുമ്പ് അവർ 5 സെന്റ് സ്ഥലം ഞങ്ങൾ വീടിന് വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ മോള് എറണാകുളം ലോ കോളേജിൽ വക്കീലിനും പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിന് 2nd ഇയർ ആയി വീടിന് അപേക്ഷിച്ച. കാരണം 10-30 കൊല്ലം അവിടെ ഞങ്ങൾ താമസിച്ചു. കലാലയമുള്ള ആരും ഒരു കൂര ചേരാനായിട്ട് തയ്യാറായിട്ട് ആരും വന്നില്ല. സ്വന്തം ഇല്ല, മിൻട്രോ ഇല്ല, ആരും കെട്ടിയനും ഇല്ല. കെട്ടിയൻ്റെ വീട്ടിലൊക്കെ സ്ഥലവും ചുറ്റോടൊക്കെ ഉള്ള ആളുകളായിരുന്നു. അവർക്കും അതിന് താല്പര്യമില്ല. ഞാൻ പലവട്ടം പറഞ്ഞ ഒരു വീടും. അതിനിടയ്ക്ക് വേറെ ഒന്ന് പറഞ്ഞിട്ടുള്ളത്, ഈ ജിഷയുടെ ചേച്ചിയാണ് ഈ പൈസ എല്ലാം കൈകാര്യം ചെയ്തത് എന്നൊക്കെ പറഞ്ഞു. അതിൽ വല്ല സത്യാവസ്ഥ ഉണ്ടോ? ഇതൊന്നും എനിക്കറിയില്ല. അറിയാൻ പാടാത്ത കാര്യം ഞാൻ എന്തിനാ പറയണത്? അവരിപ്പോ ചേച്ചി ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് അതോ എല്ലാവരും ഒരുമിച്ചാണോ? ഞങ്ങള് സർക്കാരിൽ നിന്ന് മോളിൽ നിന്ന് സാറുമാരെല്ലാവരും എന്നെ കാണാൻ വന്നവരാണ്. എന്നെ നോക്കാനും ഏൽപ്പിച്ചത് അവളെ. ഇപ്പൊ ചേച്ചി നിലവിൽ എവിടെ താമസിക്കുന്നു? ഇപ്പൊ താമസിക്കുന്ന വീട്ടിലും താമസിക്കേണ്ടത്, ജോലി സ്ഥലത്ത് താമസിക്കേണ്ടത്, മറൈൻ ഡ്രൈവിംഗിൽ കച്ചവടം ചെയ്ത് ഇവിടെയും തങ്ങുന്നുണ്ട്. ഇപ്പൊ ഇത് ഈ മോരുവെള്ളം വിറ്റുകൊണ്ട് ചേച്ചിക്ക് ജീവിതമാർഗം കഴിഞ്ഞു പോകാൻ പറ്റുമോ? അതിന് ആരും നേരം ഈ ഒരു മോരും വെള്ളം വിറ്റാൽ ആരെങ്കിലും ഓരോ ഗ്ലാസ് മേടിച്ച് കുടിച്ചു കഴിഞ്ഞാൽ എനിക്ക് 20 രൂപ വെച്ച് കിട്ടും. ദാഹം കൂടെ അവർക്ക് കൊടുക്കും. അപ്പോൾ ആരോട് കൈ കിട്ടാൻ പോകണ്ടല്ലോ. ഒരു ചായ കുടിക്കാനോ ചോറ് തിന്നാനോ ഒരു ഗ്ലാസ് വെള്ളം ആരെങ്കിലും മേടിച്ചു കൊടുത്തെങ്കിൽ ആരെങ്കിലും നേരെ കൈ കിട്ടാൻ പോകണോ? അതിന്റെ ആവശ്യവും പറ്റില്ല. അപ്പൊ മുന്നേ ഈ ടിവികളിലും മറ്റുള്ള പത്രമാധ്യമങ്ങളിലൊക്കെ വാഗ്ദാനം ചെയ്യുന്നൊക്കെ വെറുതെ അയാളോട് പറഞ്ഞില്ല. 1000 ജനത്തിന്റെ വായ കെട്ടി മൂടാൻ പറ്റില്ല. ഒരു കുടത്തിന്റെ വായ കെട്ടി മൂടാൻ പറ്റില്ല അല്ലേ? 1000 ജനത്തിന്റെ വായ കെട്ടി മൂടാൻ പറ്റുമോ? ഒരു കുടത്തിന്റെ വായ കെട്ടി മൂടാൻ. അപ്പൊ അവരിത് ചെയ്തൊക്കെ പ്രസക്തിക്ക് വേണ്ടിയാണെന്ന് ചേച്ചി പറയുന്നത്. അതൊന്നും എന്നോട് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. അതൊക്കെ നിങ്ങൾ അവരോട് ചോദിക്കണം നേരിട്ട്. അപ്പൊ പണ്ട് ചേച്ചിയുടെ കയ്യിൽ സ്വർണ്ണമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇപ്പൊ കരിമണിമാലല്ലോ ഇപ്പൊ കാണുന്നത്. അതിനെ കുറിച്ച് എന്താ പറയുള്ളത്? എടോ, പെണ്ണ് തന്നെയാണ്, സ്ത്രീ തന്നെയാണ് സ്ത്രീധനം. പിന്നെ എന്തിനാ സ്വർണത്തിന്റെ കാര്യം പറയണത്? ഓക്കെ. അല്ല അത് പുറത്ത് പറച്ചില് മറ്റുള്ള യൂട്യൂബർമാരൊക്കെ ചെയ്തിരുന്ന കണ്ടെങ്കിൽ അന്ന് ചേച്ചി ആകെ സ്വർണ്ണമൊക്കെ ഇട്ട് കണ്ടിരുന്നത്. ചേച്ചി കുറെ സംഭാവനകളും ഇതൊക്കെ നമുക്ക് കൊടുക്കുന്നതായി നമുക്ക് കണ്ടിട്ടുണ്ട് പല ചാനലുകളിൽ. ഞാൻ ഒരുപാട് സംഭാവന ചെയ്തില്ല. കാരണം പൊതുജനം തന്ന പണാണ്. പൊതുജനം തന്നത് എൻ്റെ കയ്യിലല്ല. ഞാൻ ആ കാശ് മേടിച്ചിട്ടില്ല. 3-4 തലമുറകൾക്ക് ഇവിടെ കോടികൾ വന്നു എന്നാണ് പറയുന്നത്. ആ പണം ഞാൻ കണ്ടിട്ടില്ല. ആ പണത്തെ പോയി ഞാൻ തൊട്ടു നോക്കിയിട്ടുമില്ല. പക്ഷെ അത് ജനങ്ങളുടെ പണമാണ്. അത് ആര് കട്ട് തിന്ന് കയ്യിൽ രഹസ്യമായിട്ട് ഒതുക്കി വെച്ചാലും എന്തെങ്കിലും പുറത്ത് അത് ജനമായിട്ട് കൊണ്ടുപോകും. കാരണം
സർക്കാരിന്റെയോ ഗവൺമെന്റിന്റെയോ സർക്കാർ ഉദ്യോഗസ്ഥന്റെ ആരും പൈസയല്ല, പൊതുജനങ്ങളുടെ പൈസയാ ദിശമോളുടെ. പിന്നെ കളക്ടർ രാജമാണിക്യം പോയപ്പോ സാറ് പറഞ്ഞത് 10 കൊല്ലം കഴിഞ്ഞിട്ട് കാശ് തരാന്നാണ് പറഞ്ഞത്. ഇപ്പൊ കാശിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. ജയറാമു തന്നെ 2 ലക്ഷത്തിന്റെ ചെക്കും സാറിന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ ആ കാശും ചെലവാക്കി. അല്ല 10 ലക്ഷം രൂപ ആരാണ് ഒരാള് വാഗ്ദാനം ചെയ്തിട്ടുണ്ടാവില്ല. 10 ലക്ഷം രൂപ അതൊന്നും ചോദിച്ചാൽ എനിക്കറിയാം. ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഈ കളക്ടർ അടുത്ത് പൈസ കൊടുത്തു എന്ന് പറഞ്ഞില്ലേ? കളക്ടറുടെ അടുത്തെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. എന്റെ മോള് മറ്റെടുക്കുമ്പോൾ നിങ്ങളുടെ ഇത്രയും ആളുകളുടെ വീട്ടില് ഒരു മരണം നടക്കോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നിങ്ങൾക്ക് ആരെങ്കിലും പൈസ ഇടുമ്പോൾ അതിന്റെ പുറകെ നിങ്ങൾക്ക് ഓടിപ്പോകാൻ പറ്റുമോ? ആ കാശ് മേടിച്ചെത്താൻ പറ്റുമോ? എനിക്ക് പറ്റുമോ? എന്റെ കൊച്ചു മരിച്ച കാശ് മേടിക്കാൻ പോകാൻ പറ്റുമോ? ഇത് തന്നെയാണ് എനിക്ക് സംഭവിച്ചത്. അപ്പൊ അന്ന് ആര് പിരിച്ചു? അന്ന് ആരാണ് കാശ് കൈകാര്യം ചെയ്തേക്കണ, ആരുടെ കയ്യിലാണ് കാശ് ചെന്നെത്തിയേക്കണ, അവർക്ക് അറിയാൻ പറ്റുള്ളൂ കാശിന്റെ കാര്യം. വിഷമോള് മരിക്കണേക്ക് മുമ്പ് കയറി കിടക്കാൻ വീടില്ല. 30 കൊല്ലം അവിടെ കനാല് കണ്ടെത്താം. ഒരുപാട് പേര് താമസിക്കുന്നുണ്ട്. കൊച്ചു പഠിച്ച് നല്ല നിലയിൽ MA BA LLB ഒക്കെ മുകളിലേക്ക് വന്നപ്പോൾ അതിലൊക്കെ കാർക്കൊക്കെ ഭയങ്കര കുശുമ്പായി തുടങ്ങി. കൊച്ചു പാവപ്പെട്ടവന്റെ വീട്ടിൽ പഠിക്കാൻ പാടില്ല, പിള്ളേർ വളരാൻ പാടില്ല, നല്ലൊരു ജോലി ഉദ്യോഗസ്ഥരാകാൻ പാടില്ല. അങ്ങനെയൊക്കെ ചില ആൾക്കാർക്ക് അതങ്ങനെ ഒരു ഇഷ്ടമുള്ള ചേച്ചി എനിക്കുണ്ടായി. ഈ കേസിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇപ്പൊ കേസ് ഇപ്പൊ എങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? കേസിനെ കുറിച്ച് പറയുന്നത് പറഞ്ഞാൽ ഇവിടെ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്, കോടതി, ജഡ്ജി, വക്കീല്, പോലീസ് ഇവരാണ് ശരിയായിട്ടും പ്രതി അമീർ ഇസ്ലാം ആണെന്നും പറഞ്ഞ് പിടിച്ചു കൊണ്ടുവന്നത്. അല്ല, നിങ്ങൾ ജനങ്ങൾ എല്ലാവരും കേട്ടോ. അതന്നെ ഞാനിക്കും കേട്ടങ്ങനെ. പിന്നെ എന്നോട് ചോദിച്ചു ചേച്ചിക്ക് തൃപ്തികരാണോ? ഇവിടെ നിയമം, കോടതിയും ജുഡീഷ്യലും മജിസ്ട്രേറ്റും എല്ലാം വരും പറയുമ്പോ അമീർ ഇസ്ലാം എന്ന് പറയുമ്പോൾ എനിക്ക് അല്ലാന്ന് ധിക്കരിക്കാൻ പറയാൻ പറ്റുമോ? നിങ്ങളൊന്ന് പറയാൻ പറ്റുമോ എനിക്ക്? അത് അവര് പറഞ്ഞത് അവര് സത്യമായിട്ട് പ്രതിയെ കൊണ്ടുവന്ന് വിചാരിച്ചു, ഞാനും അത് പ്രതിയാന്ന് വിചാരിച്ചു. പക്ഷെ ഡൗട്ട് ഉണ്ടെന്ന് ഇല്ലാന്ന് ഞാൻ പറയല. അമീർ ഇസ്ലാം ഇവിടെ അവതരിച്ച് വന്ന് ഈ ഇങ്ങനെ ഒരു പ്രതി വന്നേക്കുമ്പോ ഞങ്ങളുടെ അയലക്കത്തുനിന്ന് 3-4 കുടുംബക്കാർ പറഞ്ഞു എന്നെ മോളെയും കൊല്ലും എന്ന് പലതവണ പറഞ്ഞു. ആവശ്യം എന്താ, കാര്യം എന്താണെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. അവരൊന്നും തുറന്നു പറയണ്ട. ഇവിടെ നിന്ന് മാറിപ്പോണം. പ്രായപൂർത്തിയ പെൺകൊച്ചുങ്ങളെയും വെച്ചിട്ട് ഒരു ആൺതുണയില്ലാത്ത ഒരു സ്ത്രീകൾക്ക് നമ്മുടെ പെൺകുട്ടികളെയും വെച്ച് നമുക്ക് റോട്ടിൽ പോയി കിടക്കാൻ പറ്റില്ല. പറ്റുമോ? അത് വെച്ചു കനാല് വണ്ടി കിടന്നപ്പോ മോള് LLBക്ക് പഠിച്ച് 2nd ഇയർ ആയപ്പോ ഞങ്ങൾ ഒരു അപേക്ഷ എഴുതി. ആദ്യം ഭർത്താവ് വീട് വെച്ചൊരുന്ന് നോക്കൂ. പുള്ളിക്ക് സാമ്പത്തികം, വീട്ടില് പണത്തിന് കുറവുള്ളൂ, ചുറ്റുപാട് സ്ഥലവും ഭൂമിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ 100 വട്ടം പറഞ്ഞു, പിള്ളേർ വളർന്നു വരുന്നതോറും പറഞ്ഞു ചേട്ടാ ഒരു വീട് വെക്കി ചേട്ടന്റെ വിറ്റത്ത്. കൊച്ചുങ്ങളുടെ നേരെ ആ കാരണന്മാരെ കണ്ണിന്റെ നോട്ടം ഉണ്ടാവും. എനിക്കും ജോലിക്കോ ചേട്ടനും സമാധാനത്തില്ല. പുള്ളി ഒരിക്കലും വീടുണ്ടാക്കി തരാന്ന് ഉദ്ദേശം ഉണ്ടായില്ല. ഈ പഴയ ഓലയും കൊണ്ടൊരു പഴയ തുണികളൊക്കെ വെച്ച് വലിച്ചു മറിച്ച് എത്ര കാലം പ്രായപൂർത്തിയായി കുട്ടികളും പെൺകുട്ടികളും വളർന്നു വരുമ്പോൾ നമുക്ക് അങ്ങനെ കിടക്കാൻ പറ്റില്ല. അവസാനം കൃത്യം ശരിയാക്കി തന്നില്ല. മൂത്ത മോളെ പ്രതീക്ഷിച്ച് കൊച്ചുങ്ങള് 2 പേരും, ഭർത്താവും കെട്ടിയവനും പിള്ളേരും 2 പേരും പുലയ സമുദായത്തിൽപ്പെട്ട അവരുടെ അച്ഛൻ പുലയരാണ്. അതിലാണ് കുട്ടികളെ ആക്കിയേക്കണത്. ഞാൻ ഈഴവരാണ്. ഞങ്ങൾക്ക് ഗവൺമെന്റിൽ നിന്ന് ആനുകൂല്യങ്ങളോ സഹായങ്ങളോ ഒന്നും കിട്ടൂലാത്ത മുന്തിയ ഒരു സമുദായമാണ്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കയ്യിൽ കാശ് തന്നിട്ടില്ല. ജിഷമോക്കാണ് ഞങ്ങളൊരു അപേക്ഷ വെച്ച് LLBക്ക് 2nd ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ മോളെ കൊണ്ട് ഒരു അപേക്ഷ എഴുതി. അത് അവിടെ കളക്ടറേറ്റിൽ കൊണ്ട് കൊടുത്ത്. അന്ന് രാജമാണിക്യ സാറായിരുന്നേ. ആ കളക്ടറേറ്റിൽ കൊണ്ട് കൊടുത്ത് രാജമാണിക്യ സാറിന് കാര്യം നമുക്ക് തൊഴണം. കാരണം ഇത്രയും വർഷം ജനിച്ചിട്ട് അമ്മ വഴി അപ്പം വഴിയോ ഒരു സെന്റ് മണ്ണ് പോലും പൂർവ്വ സ്വത്ത് പോലും ഞങ്ങൾ ഇല്ലാത്തവരാണ്. പക്ഷെ സാറായതുകൊണ്ടാണ് ഞങ്ങൾക്ക് 5 സെന്റ് ഭൂമി എൻ്റെ മോള് അപേക്ഷ കൊണ്ട് കൊടുത്ത് ഞങ്ങൾക്ക് അത് അനുവദിച്ചു തന്നത്. അപ്പോൾ ആ ഭൂമി ഞങ്ങൾക്ക് കിട്ടി. അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സർക്കാരിൽ നിന്ന് കൊച്ചിനാണ് കൊടുത്തത്. എത്ര രൂപയെന്നൊന്നും എനിക്കറിയില്ല. ജിഷമോൾക്കാണ്, പുലയ കുട്ടിയാണ്. ആ കുട്ടിക്കാണ് വീട് സ്ഥലവും കൊടുത്തതും വീട് പണിയാൻ ആദ്യം സ്ഥലം മേടിക്കാനുള്ള കാശ് കൊടുത്തത്. എത്രയെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അവളാണ് അക്കൗണ്ടിൽ ചേർന്നതും അക്കൗണ്ടിൽ നിന്ന് ആ പൈസ എടുത്തതും. ആദ്യം സ്ഥലം ആ വീടിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ആകെ ഇത്ര ഉള്ള ഒരു ബാത്റൂമാണ്. ഇത്രേ ഉള്ളൂ. അത് കംപ്ലീറ്റ് പൊളിഞ്ഞു പോയേക്കാം. വീടിന്റെ ഭിത്തി മൊത്തം ഇടിഞ്ഞ് പൊളിഞ്ഞ് വിള്ളല് വീണുകൊണ്ടിരിക്കുകയാണ്. ജനലെല്ലാം കഷ്ണമായിട്ട് വാർത്തപ്പുറമൊക്കെ കഷ്ണമായിട്ട് പൊളിഞ്ഞുകൊണ്ടിരിക്കുക. വീട് പണിത് തരാന്ന് പണിത് തന്നിട്ടില്ല. അതോ പറയാൻ പറ്റില്ല. വീട് പണിത് സർക്കാരിൽ തന്ന വീട് പണിതത്. സീൽ വെച്ചുള്ള വീട് ഏതാണ്? പഴയ വീടല്ലേ? പഴയ വീട്. പുതിയ വീട് അങ്ങനെ സാറ് കളക്ടർ പണിത് തന്നു. അതെന്താ ചെയ്യുന്നു? അതിന്റെ അവസ്ഥ എന്താ? അതിന്റെ അവസ്ഥയാണ് ഇപ്പൊ പറഞ്ഞത്. ബാത്റൂം മൊത്തം പൊളിഞ്ഞു പോയി. വീടിന്റെ ഭിത്തിയൊക്കെ ഭയങ്കര വിള്ളല് വീണ് പൊളിഞ്ഞ് വീടിന്റെ ഭിത്തിയും ഓരോ സൈഡുകളിൽ കഷ്ണമായിട്ടൊക്കെ പൊളിഞ്ഞുകൊണ്ടിരിക്കണം. വാർത്തമോളൊക്കെ പൊളിഞ്ഞുകൊണ്ടിരിക്കണം. നിങ്ങൾ പുറമേന്ന് കാണുമ്പോൾ നല്ല ഇതുണ്ട്, പക്ഷെ അതിന്റെ ഉള്ളിൽ കയറി കാണണം വീടിന്റെ അവസ്ഥ.